ഹായ് നമസ്കാരം. പലരുടെയും ഏറ്റവും വലിയ പ്രശ്നമാണ് എന്നെ മനസ്സിലാക്കപ്പെടുന്നില്ല എന്നുള്ള സങ്കടം, അല്ലെ? എല്ലാവർക്കും ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നു അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള സങ്കടം. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ അറിയോ? നമ്മളെ തെറ്റിദ്ധരിക്കപ്പെട്ടവരും അല്ലെങ്കിൽ നമ്മളെ അവഗണിച്ചവര് അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നത് അവരുടെ മുന്നിലൊക്കെ നമ്മുടെ സത്യസന്ധത തെളിയണം, അല്ലെങ്കിൽ അവർ നമ്മളെ മനസ്സിലാക്കണം, നമ്മളെ അംഗീകരിക്കണം എന്നുള്ള ആഗ്രഹമായിരിക്കും പലർക്കും. ഇതെങ്ങനെ നമുക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് പറ്റും? ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ മനസ്സിലാക്കാത്തവരോട് നമ്മൾ എത്ര സംസാരിച്ചിട്ടും കാര്യമില്ല. ഓക്കെ, അതുപോലെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകളെ, നമ്മളെ ആത്മാർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ആളുകളോട് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ആദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൈലൻസ് തന്നെയാണ്. എന്താ സൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗനവ്രതം ആചരിക്കണം എന്നാണോ? അല്ല. ഇതിൽ ആദ്യം ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മൾ എത്ര പറഞ്ഞിട്ടും നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ആളുകളോട് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കും തോറും ആ പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള അത്തരം കോൺവെർസേഷൻസ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ പ്രശ്നങ്ങൾ കൊണ്ടു തന്നിട്ടുണ്ടായിരിക്കുക, അല്ലെ? നമ്മളുടെ ആ ഒരു സത്യസന്ധത നമ്മളെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകും, അല്ലെ? പക്ഷേ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ചിലർക്ക് വളരെ ലക്കായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും കേട്ടോ, അങ്ങനത്തെ നല്ലൊരു കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരൻ അല്ലെങ്കിൽ മക്കൾ, അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. അവരുടെ അടുത്ത് നിങ്ങൾക്ക് ഇത്രയധികമൊക്കെ സംസാരിക്കേണ്ടി വരുന്നുണ്ടോ നിങ്ങളെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടിയിട്ട്? പിന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളുടെ തെറ്റ് നമ്മൾ ക്ഷമിച്ചു കൊടുക്കില്ലേ? നമ്മൾ സാരില്ല പോട്ടെ എന്നിട്ട് നമ്മളത് അംഗീകരിച്ചു കൊടുക്കില്ലേ? അപ്പൊ എപ്പോഴാണ് ഒരാളുടെ തെറ്റിനെ നമ്മൾ ഡോമിനേറ്റ് ചെയ്യിക്കുന്നത്? ആ ആളോട് നമുക്ക് താല്പര്യം അല്ലെങ്കിൽ നമ്മളെ ആരാണോ നമ്മളുടെ തെറ്റിനെ ആരാണോ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവർക്ക് നമ്മളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൈലൻസ് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുക? അവർ പറഞ്ഞോട്ടെ. ഞാൻ ഇത്രയും കാലം ഞാൻ എന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവർക്ക് കൺവേ ആയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഇനി കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. ഓരോ വാക്കും എനർജിയാണ്. നമ്മളിങ്ങനെ നമ്മളെ കൺവിൻസ് ചെയ്യാൻ സംസാരിക്കും തോറും നമ്മളുടെ എനർജിയാണ് നമ്മൾ ലൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ എനർജി നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക? സൈലൻസ് കീപ്പ് ചെയ്യുക. ചിലർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണ്, അയ്യോ എന്നെ കുറിച്ച് അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടു, അപ്പൊ ഉടനെ വിളിക്കും, ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വിളിച്ച് ഇവിടെ വിളിച്ച് കൂടുതൽ എന്താണ് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് സംസാരിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എത്ര കൂടുതൽ നമ്മൾ സംസാരിക്കുന്നോ ചിന്തിക്കുന്നോ അത് അങ്ങനെ തന്നെ മാനിഫെസ്റ്റ് ആവാനും സാധ്യത അത്രയും കൂടുതലാണ്. അപ്പൊ അതിനെ ലെറ്റ് ഗോ ചെയ്യുക. കാരണം എന്താ അറിയോ? എന്തിനാണ് നമ്മൾ ഇനി അവരങ്ങനെ പറഞ്ഞോട്ടെ. അവിടെയാണ് ഞാൻ ആദ്യം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സന്തോഷത്തിന്റെ കീ എന്ന് പറയുന്നത് നമ്മൾ വേറെ ആളിനും കൊടുക്കരുത്. ആ കീ നമ്മുടെ അടുത്ത് തന്നെ വെക്കുക. അവർ പറഞ്ഞോട്ടെ. എന്നിട്ട് നമ്മുടെ ഹാപ്പിനെസ്സിനെ ബാധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അതിനെ എത്തിക്കരുത്. ഇനി എങ്ങനെ നമുക്ക് ഈ സൈലൻസ് കീപ്പ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെ നമുക്ക് ഇനിയിപ്പോ നമ്മൾ മിണ്ടാതെ ഇരുന്നിട്ട് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചതുകൊണ്ട് കാര്യമില്ല. ചിലർ ഞാനൊന്നും മിണ്ടുന്നില്ല, അവര് എന്തോ ആയിക്കോട്ടെ ഞാൻ മിണ്ടില്ല എന്നിട്ട് നമ്മൾ മനസ്സിൽ നിങ്ങളെ ചിന്തിക്കരുത്. എന്നാലും എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞില്ലേ, അവൻ അങ്ങനെ പറഞ്ഞില്ലേ, അവൾ അങ്ങനെ പറഞ്ഞില്ലേ എന്നിട്ട് ആ ചിന്തിച്ച് അതിനെക്കുറിച്ച് മാനസികമായിട്ട് സങ്കടപ്പെടരുത്. അതിന് നമുക്ക് എങ്ങനെ ഇല്ലാണ്ടാക്കാൻ പറ്റും? അവിടെയാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ് അല്ലെങ്കിൽ സെക്കൻഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ്. എന്താണ് അൺകണ്ടീഷണൽ ലവ്? ഒരു കണ്ടീഷൻ ഇല്ലാതെ സ്നേഹിക്കുന്നേ. അത് നമ്മുടെ ശത്രു ആയിക്കോട്ടെ, മിത്രം ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ശത്രു മിത്രം എന്നുള്ളൊരു വേർഡേ വരുന്നില്ല. കാരണം എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപോലെ നമുക്ക് സ്നേഹിക്കാനായിട്ട് പറ്റും. അവരിനിപ്പോൾ അങ്ങനെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് അവരുടെ രീതി, അല്ലേ? അങ്ങനെ നമ്മൾ അതിനെ അംഗീകരിക്കാനായിട്ട് നമുക്ക് പറ്റും. പക്ഷെ ഇത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. ആദ്യം പറഞ്ഞത് എന്നാലും നമുക്ക് കുറച്ചൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല നമുക്ക്. കാരണം പലർക്കും അവരുടെ ലൈഫിലെ വലിയ വേദനകൾ കൊടുത്ത ആളുകളായിരിക്കും അവരുടെ മുന്നിലുണ്ടായിരിക്കുക. അവരൊക്കെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ പലർക്കും അത് അംഗീകരിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരിക്കും. അപ്പോൾ അതെങ്ങനെ നമുക്ക് അൺകണ്ടീഷണലായിട്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റുക? അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മളിപ്പോൾ നമുക്ക് തോന്നുന്ന ശത്രു എന്ന് നമുക്ക് തോന്നുന്നുണ്ടല്ലോ, അവരെ പോലും അവർക്ക് നല്ലത് വരണേ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ നമ്മൾ എത്തും. അതിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പറ്റും.
അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഹാപ്പിനെസ് കൂടും, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് സക്സസ് ആവാനായിട്ട് പറ്റും, ഇത്തരം വിഷമങ്ങളൊക്കെ മാറ്റാനായിട്ട് എനിക്ക് പറ്റും എന്ന് അത്തരം തോന്നലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ കണ്ടക്ട് ചെയ്യുന്ന കുറച്ച് ക്ലാസ്സുകൾ, ഇപ്പം മെയിനായിട്ട് 1-to-1 സെഷനാണ് കേട്ടോ. ഈ 1-to-1 സെഷനിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന അത്രയും അളവിലേക്ക് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എൻ്റെ ഒരു പേഴ്സണൽ കോച്ചിങ്ങിലൂടെ നിങ്ങൾക്ക് കിട്ടാനും ഈ പറഞ്ഞ എല്ലാ വിഷമങ്ങളും മാറിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇപ്പോൾ ആരാണോ ദേഷ്യം സങ്കടമുള്ളത്, ആ വ്യക്തികളായിക്കോട്ടെ, സാഹചര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളായിക്കോട്ടെ, അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് ഹീൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലൈവായിട്ട് ഇരുന്ന് സംസാരിച്ച് എന്താണോ നിങ്ങളുടെ പ്രോബ്ലം അതിലൊക്കെ നമുക്ക് ഹീലിംഗ് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും നമ്മൾ ഭയങ്കര റിസർവ്ഡ് ആയിട്ട് വെക്കുക, ആവശ്യമുള്ളപ്പോൾ മാത്രം എന്ത് ചെയ്യുക, അതിനെ സംസാരിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ സൈലൻസ് കീപ്പ് ചെയ്യുമ്പോൾ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ സൈലൻസ് ആവുന്നു എന്നുള്ളത് നിങ്ങളുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തികളിൽ ഉണ്ടാക്കുന്ന വേദന ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. നിങ്ങളൊരു 100 വാക്കുകൊണ്ട് അവരെ നോവിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ വേദനയാണ് അവർക്ക് നിങ്ങളുടെ സൈലൻസിലൂടെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അത് തന്നെയാണ് നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പണിഷ്മെന്റ് എന്ന് പറയുന്നതും ഈ സൈലൻസ് തന്നെയാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് ഈ പണിഷ്മെന്റ് സുഖമുള്ള ഒരു പണിഷ്മെന്റ് അല്ലേ, ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ, നമുക്കും ബുദ്ധിമുട്ടില്ല, അവർക്കും ബുദ്ധിമുട്ടില്ല. പക്ഷെ മനസ്സ് പ്യുവർ ആയിരിക്കണം, അവരോട് ഒരിക്കലും ദേഷ്യം ഉണ്ടാവാനായിട്ട് പാടില്ല. ഓക്കെ, താങ്ക് യു.